ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മത്സരാർത്ഥികൾക്ക് 6:30 വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 6 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ 1ാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ജിൻഡോ. 21,67,927 വോട്ടുകളാണ് ജിൻഡോയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 2ാം സ്ഥാനത്താണ് അർജുനുള്ളത്. 15,13,54 വോട്ടുകൾ അർജുന് നേടാൻ കഴിഞ്ഞു. 3ാം സ്ഥാനത്താണ് ജാസ്മിൻ ജാഫർ. 14,95,723 വോട്ടുകളോടെ 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജാസ്മിൻ. ഗബ്രി എവിറ്റായ ശേഷം ജാസ്മിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൂടിയിരുന്നു. ഇപ്പോഴത്തെ ഗബ്രി വീട്ടിലേക്ക് റീ എൻട്രി ചെയ്ത് കയറി കഴിഞ്ഞപ്പോൾ ജാസ്മിന് ചെറിയ രീതിയിൽ സപ്പോർട്ട് കുറയുന്നതായി കാണാം. എന്തായാലും ഇപ്പോൾ 4ാം സ്ഥാനത്തുള്ളത് അഭിഷേക് ശ്രീകുമാറാണ്. വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിലേക്ക് വന്ന അഭിഷേക് ശ്രീകുമാറിന് 9,87,611 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ഏറ്റവും അവസാന സ്ഥാനത്താണ് ഉപ്പുമുളകും താരം ഋഷിക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാമിലൂടെ ഉപ്പുമുളകും താരങ്ങൾ ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. ഋഷിക്ക് പക്ഷേ ഏറ്റവും അവസാന സ്ഥാനമേ നേടാൻ കഴിഞ്ഞുള്ളൂ. 9,12,634 വോട്ടുകളോടെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് ഋഷി. ഇതേ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ജിൻഡോ തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആവുക. പക്ഷേ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാരണം സാധാരണ ആഴ്ചകളിലും മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ ഇരട്ടിയിലധികം വോട്ടുകളാണ് ഗ്രാൻഡ് ഫിനാലയിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് നില എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതേ ഉള്ളൂ. എന്തായാലും ഗ്രാൻഡ് ഫിനാലയിലെ ഫൈനൽ വോട്ട് റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയുടെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക.